Mr. Frederick? Nice to hear you after a long time. Sir, are you aware that I am no longer the MD of Coimbatore Cotton? Yes. At present, I am the CEO of True to Life, which is another leading garment export company in India. We have been maintaining very good business relationship all these years. I hope you will give the same continued support and place all your orders with True to Life. Yes, thanks a lot. Okay, sir. Hello, Mr. Lawrence? Yes, good morning. Yes, I am the same old Visalachi from Coimbatore. No, sir, now I am at Chennai. Have you heard about the company True to Life? Please divert the orders which you have been giving me to this company. I shall mail you in details. Please continue to help me. Yes, sir. Oh, thank you very much. See you. ஹலோ சரோஜினி அம்மாவா? நமஸ்காரம்மா. ஆமாம், நான் விஷாலாட்சி தான் பேசுகிறேன். கோயம்புத்தூர் விஷாலாட்சி. மேடம், அந்த கிளாராவை கொஞ்சம் கொடுக்குறீங்களா? ஹலோ, குட் மார்னிங் மேம். യെസ് ഐ എം വിശാലാക്ഷി ഹിയർ. ലളിത രവീന്ദ്രൻ എന്ന സ്ത്രീ അപ്രത്യക്ഷയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിർണ്ണയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജോൺസൺ എന്ന തൻ്റെ മാനേജരോടൊപ്പമാണ് ലളിത രവീന്ദ്രൻ വീട്ടിൽ നിന്നിറങ്ങിയത്. മാനേജരായ ജോൺസൺ ലളിത രവീന്ദ്രൻ്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആകണമെങ്കിൽ 1-2 ദിവസങ്ങളെങ്കിലും ലളിത രവീന്ദ്രൻ ജോൺസൺ എന്നയാളിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നിരിക്കണം. ജോൺസൺ എന്നയാളെ ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ പരിതസ്ഥിതിയിൽ ലളിത രവീന്ദ്രൻ്റെ തിരോധാനത്തിൻ്റെ പേരിൽ അവരുടെ മകളുടെ ഭർത്താവായ സുനിൽ കുമാറിനെ കുറ്റവാളിയാക്കിയ പോലീസിൻ്റെ നടപടി തികച്ചും ദുരൂഹവും അർത്ഥരഹിതവുമാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഈ കോടതി സുനിൽ കുമാറിന് നിരുപാധികമായി ജാമ്യം അനുവദിക്കുന്നു. ഇയാൾ ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട. പ്രോസിക്യൂഷൻ ഭാഗം ദുർബലമായത് താൻ ഒരുത്തം കാരണമാണ്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. DOSPക്ക് ഇൻസ്പെക്ടറെ തൂക്കിക്കൊല്ലാനൊന്നും അവകാശമില്ലല്ലോ. സാറിനെ പോലെ സ്വന്തം തൊഴിലിനോട് പ്രതിബദ്ധത കാണിക്കാത്ത ചുരുക്കം ചെല്ലാണ് പോലീസുകാർക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്നത്. നിന്നെ ഞാൻ ഓൾ ദ ബെസ്റ്റ് സർ. ഭാഗ്യം, ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയെന്ന് മാത്രമല്ല, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ വിധിയിൽ പോലീസിനെ നന്നായി വിമർശിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും എല്ലാരും നന്നായി ഒന്ന് ശ്വാസം വിട്. വരൂ.
നമുക്കിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. വല്യമ്മേ, ഞാൻ ആ ഡൈനിങ് ഹാളിലെ കസേരയിലിരിക്കാം. എനിക്ക് എന്തെങ്കിലും കഴിച്ചേ മതിയാവൂ. വയറ് കത്തിയെരിയുന്നു. ചോറുണ്ടെങ്കിൽ ചോറ് തന്നെ വേണം. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. ആദ്യം സുനിലിന് കൊടുക്ക്. എന്തോ അവൻ സഹിക്കും. വിശപ്പ് മാത്രം അവന് താങ്ങാനാവില്ല. വല്യമ്മേ, കുടല് കത്തുന്ന മണം വരുന്നു എന്നൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ പറയാറില്ലേ? എനിക്കിപ്പോൾ അത് തമാശയല്ല, സത്യമാ. വയറ് കത്തുന്ന മണം ഒരു വല്ലാത്ത മണം തന്നെയാ. ഞാൻ ജനിക്കുമ്പോഴേ അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ആ മണം ജീവിതത്തിൽ ഇന്നുവരെ ആസ്വദിക്കേണ്ടി വന്നിട്ടില്ല. ചേച്ചി പറഞ്ഞതുപോലെ ആദ്യം സുനിൽ കഴിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെ ഇരിക്കാം. സുനിലിനൊരു കൂട്ടായി കൊച്ചേട്ടനും ഇരുന്നോളൂ. വന്നട്ടെ. വരൂ. ആ സാമ്പാറോട് എടുത്തോളൂ. അല്ല, ഇവിടെ കൊടുത്തില്ല ചെറിയ മോനെ. സുനിലേ, എന്തിനാ നീ കരയുന്നത്? പറയൂ സുനിലേ. എന്താ? പഴയതൊക്കെ ഞാൻ ഓർത്തുപോയി. ഞാൻ വല്യമ്മയുടെ കഴുത്തി കയറി പിടിച്ചതും തള്ളി താഴെയിട്ട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞതും അതിനൊക്കെ പകരമായി വല്യമ്മ എനിക്ക് തരുന്നത് ഈ സ്നേഹം. ഞാൻ കഴിക്കുന്നത് ചോറല്ല, അമൃതാണ്. അമൃത്. എന്തിനാ മോനെ നീ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്? നല്ലത് മാത്രമേ ഓർമ്മിക്കാവൂ. ആ കാലം നമ്മുടെ കുടുംബത്തിന്റെ ചീത്തക്കാലം. അത് കഴിഞ്ഞുപോയി. നന്മയും തിന്മയും ചേർന്നതല്ലേ ജീവിതം. ഞാനതൊക്കെ അന്നേ മറന്നു. നീ ആ കണ്ണീര് തുടച്ച് ഭക്ഷണം കഴിക്കേ. കഴിക്കേ. ഞാൻ വല്യച്ചേട്ടത്തിയോട് ലളിതയുടെ കാര്യം, സുനിലിന്റെ പേരിൽ പോലീസ് കേസെടുത്ത കാര്യവും പറഞ്ഞു. അടുത്ത ആഴ്ച തന്നെ ചേട്ടത്തി ഇവിടെ വരും. തമിഴ്നാട്ടിൽ ചേട്ടത്തിക്ക് അടുപ്പമുള്ള ഒരു DIG ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം IPS എടുത്ത 2-3 പേർ കേരളത്തിൽ DIGമാരായുണ്ട്. ലളിതയെ കണ്ടുപിടിക്കുന്നതിന് നാം എന്തെല്ലാം ചെയ്യണമെന്ന് ചേട്ടത്തി അവരുമായി ആലോചിക്കും. എനിക്ക് ആ സ്ത്രീയോട് വലിയ ബഹുമാനമുണ്ട്. സ്ത്രീവർഗത്തിന് തന്നെ ഒരു നല്ല മാതൃകയാണ് സുശീലയുടെ ചേട്ടത്തി വിശാലാക്ഷി അമ്മാൾ. ദാ കഴിക്കേ. ലളിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ കേരളത്തിൽ നിന്ന് മടങ്ങിയത് ശരിയായില്ലെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ജയചന്ദ്രൻ തൂക്കിയെടുത്ത് എന്നെ ചെന്നൈയിൽ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുന്നതാണ് ശരി. ഏതായാലും സുനിലിന് ജാമ്യം കിട്ടിയല്ലോ. ഈശ്വരാധീനം. ജാമ്യം കിട്ടിയെന്ന് മാത്രമല്ല,
വ്യക്തമായ തെളിവുകളില്ലാതെ പോലീസ് തട്ടിക്കൂട്ടിയ കേസാണിതെന്ന് മജിസ്ട്രേറ്റ് ജാമ്യവിധിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഹാ, ആരാണ് ഇതിന്റെ പിന്നിൽ? സുനിലിനോട് ആർക്കാണ് ഇത്ര വൈരാഗ്യം? ജോൺസന്റെ ആൾക്കാർ തന്നെയായിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോൺസനെ സഹായിക്കുന്ന കുറെ പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡിവൈഎസ്പി റഹീം ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും. ലളിത ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ജോലിയാ. ഈ ആഴ്ച തന്നെ ഞാൻ അവിടെ എത്തും. ഇനി എല്ലാം നേരിട്ട് സംസാരിക്കാം. ആ, ഓക്കേ. ആരോടാണ് മാഡം ഫോണിൽ സംസാരിച്ചത്? എൻ്റെ സിസ്റ്ററിനോട്. ഓ, അതായത് നിങ്ങളുടെ ബ്രദറിന്റെ വൈഫിനോടോ? അല്ല, എനിക്ക് ബ്രദറില്ല. എൻ്റെ അച്ഛനമ്മമാരുടെ ഒരേ മകളാണ് ഞാൻ. ഞാനിപ്പോൾ സംസാരിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്ററിനോടാ. ഓ, നിങ്ങൾക്ക് ഭർത്താവെന്നൊരാളുണ്ടോ? അതോ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നിൽ ജനിച്ച മകനാണ് മുരുകൻ. നൗ മുരുകൻ ഈസ് എ ഗ്രാഫിക് ഡിസൈനർ. നിങ്ങൾ വിവാഹമേ കഴിച്ചിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭർത്താവ് ഉണ്ടെങ്കിലല്ലേ ഭർത്താവിന് പെങ്ങളുണ്ടാവൂ. വാട്ട് ഡു യു മീൻ? കല്യാണം കഴിക്കാതെയും സ്ത്രീകൾക്ക് പ്രസവിക്കാമല്ലോ. നീ ഇപ്പൊ പറഞ്ഞതിന്റെ പേര് ഗോസിപ്പ് എന്നാണ്. പരദൂഷണം എന്ന് മലയാള ഭാഷയിൽ പറയും. ഇടയ്ക്കൊരു സംശയം, മറ്റുള്ളവരുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ നീ ഇടപെടുന്നത് അറിവിന്റെ ലക്ഷണമാണോ? അല്ലല്ലോ. ചിന്മയി ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതാരാണെങ്കിലും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാൽ ചിന്മയിക്ക് ഇഷ്ടാവൂ? You have no right. You cannot behave as I behave. Because you are an employee in our company. എന്റെ ഭർത്താവാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. എത്ര വലിയ പദവിയാണ് നിങ്ങൾ വഹിക്കുന്നതെങ്കിലും ഈ വിശാലാക്ഷി അമ്മാൾ ചിന്മയിക്ക് താഴെയാണ്. നമ്മൾ രണ്ടുപേരിൽ ആര് മേലെ ആര് താഴെ എന്ന് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്കൊരു പരിധിയുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് പരിധിയില്ല. എന്താണ് ഇവിടെ? കുറെ നേരമായിട്ട് ചർച്ച നടക്കുന്നല്ലോ. എന്താണ് സബ്ജക്റ്റ്? ഞാൻ സുശീലയ്ക്ക് ഫോൺ ചെയ്തു. അതിന് ചിന്മയിക്ക് ഒരു എക്സ്പ്ലനേഷൻ വേണം. ചിന്മയി, എന്താ ഇങ്ങനെ? അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നതും നമ്മുടെ സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതും നമുക്ക് അഭിമാനകരമാണ്. അമ്മ വന്നതിന് ശേഷം ട്രൂ ടു ലൈഫ് എന്ന കമ്പനിക്ക് പുതിയൊരു ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഇമേജ് പോലും ഇമേജ്. നോൺസെൻസ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇമേജ്. സ്റ്റോപ്പ് യുവർ ആർഗ്യുമെന്റ്സ് ആൻഡ് ഗോ ടു യുവർ റൂം. ചിന്മയിക്ക് ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ CEO ആയത് ഇഷ്ടമായില്ലെന്നുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ പദവി രാജിവെക്കാം. ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് ജയചന്ദ്രനാണ്. ഒറ്റയ്ക്ക് താമസിക്കാനാണ് എനിക്കിഷ്ടം. ചിന്മയുടെ എതിർപ്പ് എൻ്റെ ഇവിടുത്തെ താമസത്തോടാണെങ്കിൽ ഞാൻ ഉടനെ താമസം മാറ്റിയേക്കാം. അമ്മ പ്ലീസ്, ദയവ് ചെയ്ത് അമ്മ ചിന്മയുടെ സംസാരം കേട്ട് പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇവളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കണ്ട. നാളെ ഈ അഭിപ്രായങ്ങളെല്ലാം എന്റെ ഭാര്യ മാറ്റിപ്പറഞ്ഞെന്നിരിക്കും. ഭാര്യയ്ക്ക് അഭിപ്രായ സ്ഥിരതയില്ലെന്ന് ഭർത്താവ് തന്നെ പറയുന്നു, അതും ഒരു അന്യ സ്ത്രീയോട്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് അർത്ഥം? ജയന്റെ ഭാര്യ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ നിമിഷം മുതൽ ശ്രദ്ധിക്കുന്നു. എന്റെ സാമീപ്യം അവൾ ഇഷ്ടപ്പെടുന്നില്ല. ചിന്മയെ മനസ്സിലാക്കാൻ സമയം വേണം. ഏതായാലും ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പിക്കാം, ചിന്മയി ഒരു മനോരോഗിയല്ല. ഷീസ് എ യൂണിക് പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാം. അതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഒരു റെന്റഡ് ബിൽഡിങ്ങിലേക്ക് ഞാൻ താമസം മാറ്റും. അതിൻ്റെ ആവശ്യം വരില്ല. ലെറ്റ് us see. പിന്നെ ഒഫീഷ്യലായിട്ടൊരു കാര്യം, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്കൊന്ന് പോകണം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. അമ്മയുടെ ഇഷ്ടം.
അമ്മ പോകുന്നതിനും വരുന്നതിനും എൻ്റെ അനുവാദം ആവശ്യമില്ല. നോ, ചിമ്മയി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ വഹിക്കുന്നത് എത്ര വലിയ പദവിയാണെങ്കിലും ആഫ്റ്റർ ഓൾ ഐ ആം എൻ എംപ്ലോയി. ഓക്കെ? ദോശ ഞാൻ ചുടാൻ ചേട്ടാ. വീട്ടുജോലികളെല്ലാം ചെയ്യാൻ എനിക്കറിയാം. കാഴ്ചയില്ലെങ്കിലും കാഴ്ച ഉള്ളവരെ പോലെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. മേനോൻ സാർ മാതിരി പുതിയ ഓഫീസ് തുറക്കുന്നു എന്ന് പറഞ്ഞല്ലോ. മുരുകൻ ചേട്ടന് മധുര ഓഫീസിലേക്ക് മാറ്റം തരാൻ സാറിനോട് പറ. അല്ലെങ്കിൽ അച്ഛൻ്റെ കുടിയും അമ്മയുടെ പെരുമാറ്റവും ചേട്ടന് ബുദ്ധിമുട്ടുണ്ടാക്കും. മുരുകൻ്റെ ഭാര്യ വളരെ നല്ല കുട്ടിയാ. അവൻ്റെ ഭാഗ്യമാ അവള്. എല്ലാ ദിവസവും രാത്രിയിലും അവൾ എന്നെ മൊബൈലിൽ വിളിക്കും. അന്തയാണെന്ന് നമുക്ക് തോന്നുകയില്ല അവൾ വീട്ടുജോലികൾ ചെയ്യുന്നത് കണ്ട. മുരുകൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ ജീവിതത്തിലെ പ്രധാന വിശേഷം അഞ്ജന തന്നെയാണ്. ആർട്ടിസ്റ്റ് മേനോൻ മധുരയിൽ ഒരു ഓഫീസ് തുറക്കാൻ ഉദ്ദേശിക്കുന്നു. മിക്കവാറും ആ ഓഫീസിൻ്റെ മുഴുവൻ ചുമതലയും മുരുകനായിരിക്കും. സുഭദ്രയും വളരെ ഹാപ്പിയാണ്. വളരെ നല്ല പയ്യനാണ് ഇന്ദുഗോപൻ. അത് നീ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഫോണിൽ സംസാരിക്കും. സുശീലേ, ഇപ്പോഴെങ്കിലും നീ സമ്മതിക്ക്, എൻ്റെ തീരുമാനം ശരിയാണെന്ന്. മുരുകനെ കൊണ്ട് സുഭദ്രയെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് 2 പേർക്കും ഇന്നത്തെ അവരുടെ ജീവിതം കിട്ടുമായിരുന്നില്ല. ചേട്ടത്തിയുടെ പുതിയ ജോലി എങ്ങനെ? എൻ്റെ സ്വന്തം കമ്പനിയായ കോയമ്പത്തൂർ കോട്ടണിൽ പോലും ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. ബാലു, മുരുകൻ, ജയചന്ദ്രൻ, അങ്ങനെ 3 ആൺമക്കളുണ്ട് എനിക്കിപ്പോൾ. കോയമ്പത്തൂരിലെ സ്ഥിതി വളരെ മോശമാണ്. അവൻ്റെ ഭാര്യയും അവളുടെ സഹോദരനും കൂടി അവനെ കുത്തുവാള എടുപ്പിക്കുന്ന കേൾക്കുന്നത്. കൂട്ടുകെട്ടാണ് ബാലുവിനെ നശിപ്പിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ബാലു കുട്ടികളെ പോലെയാണ്, പാല് പോലുള്ള മനസ്സ്. പക്ഷെ ഇപ്പോൾ ആ പാല് പിരിഞ്ഞ അവസ്ഥയിലാണ്. പിരിഞ്ഞുപോയ പാല് ഒരേഴ്ച തൈരാക്കാനല്ലേ പറ്റൂ. പക്ഷേ തൈരിനും നല്ലതല്ലാത്ത ഒരു ഗന്ധം ഉണ്ടായിരിക്കും. പിരിഞ്ഞ പാല് ആര് കുടിക്കും?